2021 PSC നടത്തിയ 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ 29/2021 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഉൾപ്പെടുത്തിയ വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് ഇത്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുകൂടി കണ്ടിട്ട് പാർട്ട് 3 കാണുവാണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. 50 മുതൽ 80 ചോദ്യങ്ങൾ വരെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 51ാമത്തെ ചോദ്യം. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമികൾ 1936 കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. കാലടിയിൽ ശ്രീ ശങ്കര കോളേജിൻ്റെ സ്ഥാപകൻ ആണ്. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചു. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചു. ശ്രീ രാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാണ് ആഗമാനന്ദ സ്വാമികൾ. 52ാമത്തെ ചോദ്യം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അക്കാമ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയിട്ട് അക്കാമ ചെറിയാനെ കുറിച്ച് കൂടുതൽ വസ്തുതകൾ പഠിക്കാം. 53ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. ആൻസർ ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനിച്ചത്. രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് രാജധാനി മാർച്ച് അക്കാമ ചെറിയാൻ നയിച്ചത്. ദേശസേവിക സംഘം സ്ഥാപിച്ചതും അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. 54ാമത്തെ ചോദ്യം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെങ്ങാനൂർ ആണ്. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് ജനിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. പുലയ ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നയിച്ചതും അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് അയ്യങ്കാളി. 55ാമത്തെ ചോദ്യം. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ്. ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയെപ്പറ്റി ഏറ്റവും പ്രധാനപ്പെട്ടവ. 1809 മാർച്ച് 12 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചു. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ എന്നിവ. സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 56ാമത്തെ ചോദ്യം. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി, തലശ്ശേരിയാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. 57ാമത്തെ ചോദ്യം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം.
ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1797. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവാണ് പഴശ്ശിരാജ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. പഴശ്ശിരാജ മരിച്ചത് 1805 നവംബർ 30-നാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. 58-ാമത്തെ ചോദ്യം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ്. ആൻസർ ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697-ലാണ്. പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അഞ്ചുതെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 59-ാമത്തെ ചോദ്യം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ആൻസർ ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ്. കണ്ണൂർ ജില്ലയിലാണ് പുരളിമല സ്ഥിതി ചെയ്യുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആർതർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതും സർദാർ KM പണിക്കരാണ്. 60-ാമത്തെ ചോദ്യം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമാണ്. ആൻസർ ഓപ്ഷൻ സി 1930. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് K. കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ ആണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12-നാണ്. 61 മുതൽ ഇനി സയൻസ് ക്വസ്റ്റ്യൻസ് ആരംഭിക്കുകയാണ്. 61-ാമത്തെ ചോദ്യം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 32 ആണ്. പല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. പല്ലിൻ്റെ ഘടനയെപ്പറ്റി പഠിക്കാം. 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനാണ് ഉളിപ്പല്ലുകൾ സഹായിക്കുന്നത്. 4 കോമ്പല്ലുകളുണ്ട്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. അഗ്രചർവണകവും ചർവണകവും ആഹാരം ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അഗ്രചർവണകം 8 എണ്ണവും ചർവണകം 12 എണ്ണമാണ് ഉള്ളത്. ഇനി 62-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ്. ആൻസർ സി ആണ്, ശ്വാസകോശമാണ്. ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഇനി പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് ശ്വാസകോശാർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് ശ്വാസകോശാർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്. അടുത്തതാണ് 63-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, കരൾ.
കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് കരളിലാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരൾ ആണ്. 64-ാമത്തെ ചോദ്യം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ആൻസർ ഓപ്ഷൻ എ മെഡുല്ല ഓംബ്ലാങ്കേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് മസ്തിഷ്കത്തെക്കുറിച്ച് പഠിക്കാം. 65-ാമത്തെ ചോദ്യം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലമാണ്. ഇനി നമുക്ക് മസ്തിഷ്കം നോക്കാം. മസ്തിഷ്കത്തിൽ ഒന്നാമത് കാണുന്നതാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ്. അടുത്തത് സെറിബെല്ലത്തെ പറ്റി പഠിക്കാം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നതും സെറിബെല്ലത്തിലാണ്. അടുത്തത് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. അടുത്തതാണ് മെഡുല്ല ഓംബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഹൈപ്പോ തലാമസ്. അടുത്തത് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അടുത്തത് 66-ാമത്തെ ചോദ്യം. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. ആൻസർ ഓപ്ഷൻ ബി മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള പഠനം. ഏറ്റവും പ്രധാനപ്പെട്ട പഠനശാഖകൾ നോക്കാം. കണ്ണ് ഒഫ്താൽമോളജി, രക്തം ഹെമറ്റോളജി, ക്യാൻസർ ഓങ്കോളജി, ഹൃദയം കാർഡിയോളജി, വൃക്ക നെഫ്രോളജി, പേശികൾ മയോളജി, കരൾ ഹെപ്പറ്റോളജി, എല്ലുകൾ ഓസ്റ്റിയോളജി, പക്ഷികൾ ഓർണിത്തോളജി, രോഗങ്ങൾ പാത്തോളജി, വൃക്ഷങ്ങൾ ഡെൻഡ്രോളജി, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാട്ടിക്സ്, പതാകയാണെങ്കിൽ വെക്സിയോളജി, മണ്ണാണെങ്കിൽ പെഡോളജി, ചർമ്മത്തെ പറ്റിയാണെങ്കിൽ ഡെർമറ്റോളജി, നാണയ ശേഖരണത്തെ പറ്റിയാണെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്, നാഡീവ്യവസ്ഥയെ പറ്റിയാണെങ്കിൽ ന്യൂറോളജി, ഭാഷകളെ പറ്റിയുള്ള പഠനമാണ് ലിംഗ്വിസ്റ്റിക്സ്. 67-ാമത്തെ ചോദ്യം. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആൻസർ ഓപ്ഷൻ എ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻസിനെ പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി, സി എന്നിവ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ ആണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ വൈറ്റമിൻ കെ ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് വൈറ്റമിൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനാണ് 68. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വൈറ്റമിൻ എച്ച് ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ B1 തയമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിയാസിൻ, വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ B6 പിരിഡോക്സിൻ, വൈറ്റമിൻ B7 ബയോട്ടിൻ. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൈറ്റമിൻ എച്ച് എന്ന് പറയുന്നത്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 സയനോകൊബാലമിൻ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ ഫിലോക്കിനോൺ. 69-ാമത്തെ ചോദ്യം. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ആൻസർ ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലാണ് ഓപ്പറേഷൻ അമൃത്. അടുത്തതാണ് ആരോഗ്യ കേരളം.
ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തതാണ് സുകൃതം പദ്ധതി. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. അടുത്ത പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പദ്ധതി. ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തതാണ് 70ാമത്തെ ചോദ്യം. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ആൻസർ ഓപ്ഷൻ എ DDTയെ പറ്റിയാണ്. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്നും PSC ഇടയ്ക്ക് നൽകാറുണ്ട്. കീടനാശിനികളുടെ വിവേചനരഹിതമായ ഉപയോഗത്തിൻ്റെ നിർണായക ഫലങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഇത് രേഖപ്പെടുത്തുന്നു. DDT രാജ്യവ്യാപകമായി നിരോധിക്കാൻ ഇത് കാരണമായി. 71ാമത്തെ ചോദ്യം. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളാണ് ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലിൽ കറങ്ങുന്നതാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ആറ്റത്തിൻ്റെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടെത്തിയത് പഠിക്കാനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് PEN-RTC എന്നുള്ളത്. P എന്ന് വെച്ചാൽ പ്രോട്ടോൺ കണ്ടെത്തിയത് നേരെ തന്നെയാണ് R എന്ന് കൊടുക്കുക. അപ്പോൾ R എന്ന് പറഞ്ഞാൽ റുദർഫോർഡ്. അടുത്തതാണ് ഇലക്ട്രോൺ. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. അതിൻ്റെ T കൊടുക്കുക. അടുത്തത് N ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കിൻ്റെ C കൊടുക്കുക. 72ാമത്തെ ചോദ്യം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത് നമുക്ക് അയിരുകളും ധാതുക്കളും പഠിക്കാം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. യുറേനിയത്തിൻ്റെയാണ് പീച്ച് ബ്ലെൻഡ്. ടൈറ്റാനിയത്തിൻ്റെയാണ് ഇൽമനൈറ്റ്. മെർക്കുറി സിന്നബാർ. സിങ്കാണ് കലാമിൻ സിങ്ക് ബ്ലെൻഡും. തോറിയത്തിൻ്റെ മോണോസൈറ്റ്. ലെഡിൻ്റെ ഗലീന. ഇരുമ്പിൻ്റെയാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ്. ചെമ്പിൻ്റെയാണ് മാലക്കൈറ്റും കുപ്രൈറ്റും. മഗ്നീഷ്യത്തിൻ്റെയാണ് മാഗ്നസൈറ്റ്. കാൽസ്യത്തിൻ്റെയാണ് ഡോളമൈറ്റും ചുണ്ണാമ്പുകല്ലും ജിപ്സവും. 73ാമത്തെ ചോദ്യം. ഭാവിയിലെ ഇന്ധനം. ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. ഭാവിയുടെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നു. ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. 1766 ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. 74ാമത്തെ ചോദ്യം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് ആൻസർ ഓപ്ഷൻ സി ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് സംയുക്തങ്ങളും രാസനാമങ്ങളും പഠിക്കാം. അലക്കുകാരം സോഡിയം കാർബണേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. പാറ്റ ഗുളികയ്ക്ക് അറിയപ്പെടുന്നത് നാഫ്തലീൻ. എലിവിഷമാണ് സിങ്ക് ഫോസ്ഫൈഡും. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. കുമ്മായത്തിന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. നീറ്റുകക്കയ്ക്ക് കാൽസ്യം ഓക്സൈഡും. ചോക്ക്, മാർബിൾ, മുട്ടത്തോട്, ചുണ്ണാമ്പുകല്ല് എന്നിവയ്ക്കെല്ലാം കാൽസ്യം കാർബണേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. മണൽ സിലിക്കൺ ഡൈ ഓക്സൈഡാണ്. വിനാഗിരി അസറ്റിക് ആസിഡാണ്. 75ാമത്തെ ചോദ്യം.
ലൊസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ലൊസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലവോസിയ ആണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ആംശിക സ്വേദനം. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പാണ് ഓസോൺ ആയ O3. 76-ാമത്തെ ചോദ്യം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ആൻസർ ഓപ്ഷൻ സി ഊർജമാണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ ജെ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ് ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. എക്സാമ്പിളായിട്ട് പറയുന്നത് ജലസംഭരണിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. സ്ഥിതികോർജവും ഗതികോർജവും PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 77-ാമത്തെ ചോദ്യം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ആൻസർ ഓപ്ഷൻ ബി ചലനമാണ്. വിവിധ തരം ചലനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് നേർരേഖാ ചലനമാണ്. ലീനിയർ മോഷൻ എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. എക്സാമ്പിളായിട്ട് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. രണ്ടാമത്തെയാണ് ഭ്രമണം, റൊട്ടേഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് ഭ്രമണം. എക്സാമ്പിളായിട്ട് കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം. അടുത്തതാണ് പരിക്രമണം, റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം. എക്സാമ്പിളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനമാണ്. നാലാമത്തേതാണ് വർത്തുള ചലനം. ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. എക്സാമ്പിളായിട്ട് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം. തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. എക്സാമ്പിൾ ഊഞ്ഞാലിൻ്റെ ചലനം. 78-ാമത്തെ ചോദ്യം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 7 അവസ്ഥകളാണ് ഉള്ളത്. ദ്രവ്യം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയുന്നു. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയുന്നു. ദ്രവ്യത്തിന് പ്രധാനമായും 7 അവസ്ഥകളാണ് ഉള്ളത്. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 79-ാമത്തെ ചോദ്യം. 1 ന്യൂട്ടൺ ഈക്വൽ ടു? ആൻസർ ഓപ്ഷൻ ബി 10⁵ ഡൈൻ ആണ്. ഇനി നമുക്ക് കുറച്ച് യൂണിറ്റ്സ് പഠിക്കാം. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റാണ് മീറ്റർ. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കോളം. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റ് ജൂളാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. മർദ്ദം പാസ്കലാണ്.
ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചറിന് കെൽവിനാണ് യൂണിറ്റ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അടുത്തത് 80ാമത്തെ ചോദ്യം. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ്. ആൻസർ ഓപ്ഷൻ ഡി പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി പ്ലൂട്ടോ ആണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന 8 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും ഉൽക്കകളും ഗ്രഹാന്തരീയ പടലങ്ങളും എല്ലാം അടങ്ങുന്നതാണ് സൗരയൂഥം. ഏറ്റവും വലിയ ഗ്രഹമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അകന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഭൂമി. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടമായത് 2006 ആണ്. 29/2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 80 GK ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ബാക്കി 20 മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.